അതേസമയം ഇന്ത്യയിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കും, അവിടെ ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. അതായത് രാജ്യം തന്നെ സ്പോൺസർ ചെയ്യുന്ന ഒരു നിയമമായിട്ട് മാറുന്നു. അതിന്റെ ഭാഗമായി കൊണ്ട് ഇവർക്ക് നിയമം കൈയാളാൻ സാധിക്കുന്നു. അതിന് അനിയന്ത്രിതമായ പവർ കൊടുക്കുന്നു. അതിൽ ചോദ്യം ചെയ്യാൻ പെടാത്ത കിടക്കുന്ന ഒരു അവസ്ഥയും വെച്ച് കൊടുക്കുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും? ഈ ജനങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഹിന്ദുക്കൾ മാത്രമാണ്. അതുമല്ലല്ലോ. നമ്മുടെ രാജ്യത്ത് ഇന്ന് വഖഫ് ട്രൈബ്യൂണലിലുള്ള കേസുകളുടെ ഒരു എണ്ണം മൊത്തം എടുത്തു കഴിയുമ്പോൾ 40,000-ഓളം കേസുകൾ ഉള്ളതിൽ 25% മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. 25% ചെറിയ നമ്പർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ ഇതിന്റെ ഇരകളായിട്ട് വരിക ജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് മതഭേദമന്യേ ആളുകൾ അഫക്റ്റഡ് ആകുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടാകുമ്പോഴാണ് ഇതിന്റെ യാഥാർത്ഥ്യം മുസ്ലിങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന തലത്തിൽ ഇത് ചർച്ചയാക്കാൻ പോലും അനുവദിക്കാതെ ഇതൊരു BJP സ്പോൺസേർഡ് പ്രശ്നമാണ്, ഇത് മൈനോറിറ്റി വിരുദ്ധതയാണ്, മുസ്ലിം വിരുദ്ധതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ വഴിതെറ്റിക്കുന്ന ആ ഒരു കാര്യം കൂടി നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ നമുക്കിതെല്ലാം തുറന്നു പറയുന്ന അവസ്ഥയിലേക്ക് വരേണ്ടി വരുന്നതും ഇതുപോലുള്ള വേദികൾ പോലും അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഈ തരത്തിലുള്ള വിഷയങ്ങൾ ഓരോന്നും നമ്മൾ നോക്കി മുന്നോട്ട് പോകുമ്പോൾ മതേതരത്വം എന്ന് പറയുന്ന സാധനം നമ്മൾ സൂചിപ്പിച്ച പോലെ അതിനെ രക്ഷപ്പെടുത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒഴിവാക്കുക, ഈ വഖഫ് നിയമം റദ്ദാക്കുക എന്നത് തന്നെയാണ് ഒരേ ഒരു പോംവഴി എന്ന് നമ്മൾ വീണ്ടും ആവർത്തിക്കേണ്ടി വരികയാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ അറബ് രാഷ്ട്രങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള അനിയന്ത്രിതമായ പവറുകൾ വെച്ചു കൊടുത്തുകൊണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് വരെ വഴിവെക്കുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടെത്തിച്ച് ഇത് കയറുവിരി വിട്ടിരിക്കുന്ന ഒരു ഭീകര സത്വം പോലെ ഇതിനെ അഴിച്ചുവിടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ശരിയല്ല. അത് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ എന്നത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത.